ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ കയ്യിലുള്ള ഈ ഒരു പ്ലാന്റ് ഏകദേശം 2 വർഷത്തോളം മുന്നേ എൻ്റെ കയ്യിൽ ഞാൻ കളക്ട് ചെയ്തൊരു പ്ലാന്റാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു കാണുന്ന ബ്രാഞ്ചുകൾ രണ്ടിലും ഞാൻ ഹൈബ്രിഡ് ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചാണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റിൽ നമ്മൾ ഈ ഒരു ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചതിന് ശേഷം എനിക്ക് ഇതിനൊരു ആശയം തോന്നിയത്, ഈ ഒരു പ്ലാന്റിനെ നമുക്ക് ഒരു ബോൺസായി ലുക്കിൽ കിട്ടുന്ന ഒരു പ്ലാന്റ് വളഞ്ഞ് തിരിഞ്ഞൊരു കമ്പനി മാത്രം നിലനിർത്തിയിട്ട് ബാക്കി ഗ്രാഫ്റ്റ് ചെയ്ത കമ്പനി ആയിട്ട് കട്ട് ചെയ്തതിൽ എടുക്കണം. കാരണം ആ കമ്പനി നമുക്ക് ഇനി വേണ്ട. അതിന് നമ്മളതിൽ നിന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ ഈ കാണുന്ന ഈ ഒരു കമ്പ് നേരെ നമുക്ക് നിർത്തി കഴിഞ്ഞാൽ നല്ലൊരു ബോൺസായി ലുക്കിലായി കിട്ടും. അപ്പോൾ നമ്മൾ ഈ കമ്പ് വെട്ടിക്കളയുമ്പോൾ അതിലുള്ള ഗ്രാഫ്റ്റഡ് പീസ് നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇവിടെ വെച്ചിട്ട് നമ്മൾ എയർ ലെയർ ചെയ്തിട്ട് എങ്ങനെയാണ് ഇതിനെ നമ്മൾ വേറെ ആക്കുന്നത് എന്നുള്ള വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ എയർ ലെയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മൾ ഈ പ്ലാന്റിൻ്റെ എയർ ലെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഭാഗത്ത് ഇവിടെയാണ് നമ്മളിത് കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആ ഭാഗത്ത് നമ്മൾ തോലിളക്കി കളയുക. അവിടെ നമ്മളൊരു കത്തി വെച്ചിട്ട് നമ്മളതിൻ്റെ തോലിളക്കി കളഞ്ഞതിന് ശേഷം ഇതുപോലെ മുദ്രവളയം പോലെ റൗണ്ടായിട്ട് ഷേപ്പിന് നമ്മളതിൻ്റെ തോല് ഇളക്കി കളയണം. നമ്മൾ ഈ ഒരു പീസിനെയും അതുപോലെ ഈ കാണുന്ന ഈ ഒരു പീസ് 2 ഉണ്ട് ഇതിൽ ഗ്രാഫ്റ്റ് ചെയ്ത്. ഈ 2 നമ്മളതിൽ നിന്ന് എയർ ലെയർ ചെയ്ത് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ ബ്രാഞ്ചിൻ്റെ ഈ വശത്താണ് നമ്മൾ വേര് പിടിപ്പിക്കാനുള്ള കട്ടിങ് ചെയ്യുന്നത്. നമ്മൾ തോലിളക്കി കൊടുക്കുന്ന സ്ഥലത്ത് നമുക്ക് വേര് പിടിച്ച് കിട്ടിയാൽ മാത്രമേ അത് കട്ട് ചെയ്ത് നമുക്ക് മാറ്റി നടാൻ പറ്റുള്ളൂ. കാരണം ഇതിൽ നമ്മൾ ഹൈബ്രിഡ് ചെയ്തുകൊണ്ടാണ് നമ്മളത് നശിപ്പിക്കാത്ത രീതിയിൽ നമ്മൾ ആ കമ്പനി എടുക്കുന്നത്. അതിൽ ഹൈബ്രിഡ് നിലനിൽക്കുന്നതുകൊണ്ട് മാത്രം. അത് അന്ന് നമ്മൾ ഇതിൽ ചെയ്ത സമയത്ത് നമ്മൾ അങ്ങനെ ശ്രദ്ധിച്ചൊന്നുമില്ല. പിന്നീട് ഈ പ്ലാന്റിനെ കാഴ്ചയിൽ നമുക്കിതിനൊരു നല്ലൊരു ഈ ഒരു കമ്പ് കട്ട് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് നല്ലൊരു ഷേപ്പിൽ ഇതിനെ ബുഷ് ബോൺസായി ആയി കിട്ടാനുള്ള ഒരു പ്ലാന്റായിട്ട് എടുക്കാൻ കഴിയുന്നതുകൊണ്ട് മാത്രമാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് മൂതിരവള എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇതിന് വേണ്ട പോട്ടി മിക്സ് എന്ന് പറഞ്ഞാൽ നല്ല മണൽ, അതുപോലെ ചകിരിച്ചോറ്, അതുപോലെ ചാണകപ്പൊടി, ഇത് 3 കൂടെ മിക്സ് ചെയ്താണ് എടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ഇതുപോലുള്ളൊരു കവർ എടുത്തിട്ട് അതിൽ നമ്മൾ ഈ ഒരു പൊട്ടി മിക്സ് നമ്മൾ ആ കവറിൽ നിറച്ച് കൊടുക്കുക. നമ്മൾ പ്ലാന്റിൻ്റെ സൈസിനനുസരിച്ചുള്ള പൊട്ടി മിക്സ് മതി, കൂടുതലൊന്നും വേണ്ട. അതിന് റൗണ്ടായിട്ട് നമ്മൾ നിൽക്കുന്ന രീതിയിൽ വേണം അത് നിലനിർത്താൻ. അപ്പോൾ അത് നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്തതിന് ശേഷം ആ കട്ടിങ്ങിലേക്ക് നമ്മൾ ആ ബ്രാഞ്ചിനെ ഇറക്കി കൊടുക്കുക. ആ പ്ലാസ്റ്റിക്കിനെ ഒഴിവാക്കിയിട്ട് വേണം അവിടെ ആ തടിയിൽ ആ ചകിരിച്ചോറും ആ പോട്ടി മിക്സ് പിടിച്ച് നിൽക്കുന്ന രീതിയിൽ വേണം നമ്മൾ അതിന് ചുറ്റി വെക്കാൻ. ഇങ്ങനെ ചുറ്റി വെച്ചതിന് ശേഷം നല്ലപോലെ പ്രസ് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ലാസ്റ്റ് ഒഴിച്ച് കൊടുത്താലും മതി. ഇതിൽ ഹോളിട്ട് കൊടുത്തിട്ട് അതിൽ വെള്ളം നനവ് വേണം. ഇങ്ങനെ നമ്മളൊരു കയറെടുത്തിട്ട് നമ്മൾ നല്ലപോലെ വരിഞ്ഞ് കെട്ടി ടൈറ്റാക്കി വെക്കുക. മറ്റേ പ്ലാന്റിനെയും നമ്മൾ അതേപോലെ തന്നെ നമ്മൾ ടൈറ്റാക്കി കെട്ടി നിർത്തുക. ഇനി നമ്മൾ ഈ പ്ലാന്റ് ഇതുപോലെ ഇവിടെ വേര് വന്നതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കും. അതുവരേക്കും നമ്മൾ ഇതിനെ സൈഡിലേക്ക് വെക്കണം. ഇതിനെ ഒരു
സൈഡിലേക്ക് വെച്ചതിന് ശേഷം ഏകദേശം ഒരു മാസം ഒക്കെ കഴിയുമ്പോൾ വേര് പുറത്തേക്ക് വന്ന് നമുക്ക് കാണാൻ കഴിയും. ആ സമയത്ത് നമ്മൾ അവിടെ കട്ട് ചെയ്തിട്ട് വേണം അതിനെ മാറ്റി നടാൻ. അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വേറൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും.